ബാക്ക്. ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു കുട്ടികളാണ്. ഇപ്പോൾ ഏകദേശം രാത്രി സമയം നോക്കിയിട്ട് അല്ലേ, ഇപ്പോൾ സമയം പറഞ്ഞാൽ കറക്റ്റ് 10 മണിയായിട്ടുണ്ട്. സോ നമുക്ക് ഇന്നൊരു എയർപോർട്ട് ട്രിപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ അറ്റ് നൈറ്റ് ലെറ്റ്സ് ഗോ. അപ്പോൾ ഇന്നൊരു ചെറിയ ജിദ്ദ പോക്കായിരുന്നേ. ജിദ്ദയിലേക്ക് പോകണമെന്ന് കുറേ ദിവസമായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ്. എല്ലാ പ്രാവശ്യവും നമ്മളൊരു ജിദ്ദ ടൂറുള്ളതാണ്. പക്ഷേ ഇത്തവണ ടൂറായിട്ടല്ല, നമുക്ക് ജസ്റ്റ് ഒരു എയർപോർട്ടിൽ ഒരു പിക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2-3 പ്രാവശ്യം ഡ്രസ്സ് ചേഞ്ച് ചെയ്യലും ഇടലും മാറ്റലും ഒക്കെ തന്നെയായിരുന്നേ. കാരണം എനിക്ക് സ്യൂട്ടാവുന്ന ആ ഒരു ഡ്രസ്സ് ഏതാണെന്ന് ഞാനിങ്ങനെ ഓരോ കളറും വെച്ച് നോക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് ഡ്രസ്സിങ് സെൻസ് എന്ന് പറയുന്നൊരു കാര്യമില്ല കേട്ടോ. ഏതെങ്കിലും ഒരു നല്ല ഡ്രസ്സ് അങ്ങോട്ട് ഇടുക പോവുക എന്നൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ ഓരോരുത്തർ പറഞ്ഞു തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്തു, ഞാൻ അവസാനം ഒന്നും പറ്റാതെ വന്നിട്ട് ഞാൻ അതേ പർദ്ദയിലേക്ക് തന്നെ കയറിയേ. അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാണ്. ഒരു ഡ്രസ്സും ചേരാത്തൊരവസ്ഥയിൽ ഞാൻ വീണ്ടും പർദ്ദയിലേക്ക് രാത്രിയല്ല, വലിയ പ്രശ്നമൊന്നും പറ്റില്ല. സോ better. Watch. That is my watch. ഇതിൽ വലുതായിട്ട് പറയാനും കാണിക്കാനൊന്നും ഇല്ല കേട്ടോ. ഞാനപ്പോൾ ജസ്റ്റ് ഈ വർഷത്തെ ഒരു ടൂറെന്നോ അല്ലെങ്കിൽ ഒരു ജിദ്ദപ്പൊക്കെന്നോ ഉള്ള രീതിയിൽ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് എയർപോർട്ടിൽ പോവുക, തിരിച്ച് അതേപടുത്തി വരിക. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരുങ്ങിക്കെട്ടി പോകുന്നത്. നമ്മൾ എങ്ങും ഇറങ്ങുന്നോ കയറുന്നോ ഒന്നുമില്ല. അങ്ങനെ കാര്യങ്ങളെല്ലാം റെഡിയായി. ഞാൻ ഷൂവും കാര്യങ്ങളും എല്ലാം ഇട്ട് റെഡിയായി. നമുക്ക് രാത്രിയായിരുന്നു പോകേണ്ടത്. 2-3 വട്ടം പുള്ളിക്കാരൻ്റെ ഫ്ലൈറ്റ് മിസ്സായി, ക്യാൻസലായി. അങ്ങനെ അവിടെ വെയിറ്റിംഗ് ആയി. വൈകുന്നേരം 5 മണിക്ക് നമ്മൾ ഇവിടുന്ന് പോകേണ്ടതാണ്. അത് ഇരുന്നിരുന്ന് രാത്രി 10 മണിയായി. അങ്ങനെ രാത്രി പാതിരാത്രി ആയപ്പോഴാണ് കേട്ടോ പോകാൻ റെഡി ആവുന്നത്. ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു എന്താ പറയുക നോർമൽ നമ്മുടെ ട്രാവൽ വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും പോയിട്ട് ഓടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഐഡി അവളെ സൂക്ഷിച്ചോണേ. തുറക്കാൻ ഉമ്മി താക്കോൽ എടുത്തിട്ടില്ല, താക്കോൽ വാപ്പിടയില്ല. അങ്ങനെ ഏകദേശം ഒരു 10-10:30 ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വണ്ടിയിൽ ആദ്യം പോകാമെന്നുണ്ടായിരുന്ന ഒരു പ്ലാൻ മാറ്റിയിട്ട് നമ്മൾ പിന്നെ ഫ്രണ്ടിൻ്റെ വണ്ടി എടുക്കുമായിരുന്നു. അങ്ങനെ ഒന്ന് പെട്രോളൊക്കെ അടിച്ചു. നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരു കോഫി വാങ്ങിച്ചു. കാരണം രാത്രി പോകുന്നതുകൊണ്ട് തന്നെ നല്ല ഉറക്കവും ക്ഷീണവും ഒക്കെ കാണും. അങ്ങനെ കോഫിയൊക്കെ വാങ്ങിച്ചു. എല്ലാം റെഡിയായി. ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ചു. കുടിക്കാനുള്ള വെള്ളവും കുട്ടികൾക്കുള്ള കേക്ക്സും എല്ലാം നമ്മൾ അടുത്തുള്ള ബക്കാലയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നമ്മുടെ യാത്ര തുടർന്ന്. ഇനി അങ്ങോട്ടുള്ള യാത്രകളിലൊന്നും പറയാനില്ല കേട്ടോ. നമുക്ക് പോവുക, അവിടെ ചെല്ലുക, ആളെ എടുക്കുക, നേരെ തിരിച്ചു വരും. അപ്പോൾ പോകുന്ന വഴിക്ക് വിശക്കുമ്പോൾ കഴിക്കാനായിട്ട് ഞങ്ങൾ അൽബീക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. എല്ലാ തവണയും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫുഡ് വാങ്ങിക്കാൻ വന്നതാണ് കേട്ടോ. എന്തായാലും നമ്മൾ എയർപോർട്ടിൽ ചെല്ലാൻ നല്ലതായിട്ട് കുറച്ച് ലേറ്റ് ആവും. കാരണം നമ്മൾ ലേറ്റ് ആയത് മാത്രമല്ല കേട്ടോ, ആക്ച്വലി അവിടെ ഫ്ലൈറ്റും കുറച്ച് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം ലേറ്റ് ആയിരുന്നു. സോ പുള്ളി ലാൻഡ് ചെയ്യാനും ലേറ്റ് ആവും. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് വേണം ഇനി ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് പോകാൻ. സോ അൽബീക്കിൽ നിന്ന് നമുക്ക് ഫുഡ് വാങ്ങിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നേരെ പോകാൻ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പമ്പിൻ്റെ, നമ്മുടെ ആമ്പൂൻ്റെ ലാസ്റ്റ് പമ്പിലാണ് കേട്ടോ ഒരാൾബേക്കുള്ളത്. ഇവിടുന്ന് നമ്മൾ ഫുഡെല്ലാം വാങ്ങിയിട്ട് നമ്മൾ പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കങ്ങനെ ഷോപ്പോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. അപ്പം കുഞ്ഞുബേബി അത്യാവശ്യം ഉറങ്ങി. അപ്പം എൻ്റെ ഹസ്ബൻഡും കുട്ടികളും ഫുഡ് വാങ്ങിക്കാൻ പോകും. ഞാനിങ്ങനെ ഇരിക്കുക. കഴിക്കാനുള്ള അൽബീക്കൊക്കെ വാങ്ങിച്ച ഹസ്ബൻഡും കുട്ടികളും വരുന്നുണ്ടായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് നമുക്കിതൊക്കെ കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. സാൻഡ്വിച്ചും നഗറ്റ്സും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്താണ് വാങ്ങിച്ചത്. കാരണം കുട്ടികൾക്ക് സാൻഡ്വിച്ച് കഴിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സാൻഡ്വിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ പോകുന്നതിന് മുൻപായിട്ടെല്ലാം ഒന്നുകൂടെ ഫ്രഷ് ആവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അടുത്തുണ്ടായിരുന്ന ആ ഒരു പമ്പിൽ തന്നെ അടുത്ത് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെല്ലാവരുമായിട്ട് പോയി ഫ്രഷ് എല്ലാം ആയിട്ട് വന്നു കേട്ടോ. എനിക്ക് പോകാൻ പറ്റിയില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടർന്ന് കുറേ കളിയും ചിരിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് എനിക്ക് ഇവിടെ സൗദിയിലാണെങ്കിൽ എനിക്കിങ്ങനെ നൈറ്റ് ഡ്രൈവോ അല്ലെങ്കിൽ ഇങ്ങനെ ലോങ് ട്രിപ്പ് എവിടെ പോയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഒന്നിച്ചിരുന്ന് കാര്യവും കളിയും ഒക്കെ ആയിട്ട് നമ്മളിത് ഏകദേശം നമ്മുടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്താക്ഷരിയും കളിയും ചിരിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ സമയം പോയതും അറിഞ്ഞില്ല, എത്തിയതും അറിഞ്ഞില്ല. അപ്പോൾ ഏകദേശം കുറച്ച് സമയമൊക്കെ ആയപ്പോഴത്തേക്കിനും കുട്ടികൾ അത്യാവശ്യം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കാര്യവും കഥയുങ്ങളൊക്കെ പറഞ്ഞ് അവസാനം നമ്മൾ ജിദ്ദയിലെത്തി കേട്ടോ. ഇത് തന്നെയാണ് നമ്മൾ എങ്ങും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു വ്ളോഗിങ് എന്ന് പറയാമെന്ന് വെച്ചാൽ നമുക്ക്
വലിയൊരു ട്രാവൽ വ്ളോഗ് അല്ല കേട്ടോ. അങ്ങനെ ദേ നമ്മൾ ജദ്ദ എത്തി. അതിൻ്റെ ഒരു സിമ്പലാണ് കേട്ടോ ഫസ്റ്റ് കണ്ട ആ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ യാമ്പു കഴിഞ്ഞ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ജിദ്ദ കയറി കഴിഞ്ഞാൽ പിന്നെ മൊത്തം ബിൽഡിങ്സും ഒക്കെ കാണാൻ നമുക്കത് ജിദ്ദ എത്തി എന്നുള്ളതിൻ്റെ ഒരു സിമ്പൽ തന്നെയാണ് കേട്ടോ. അങ്ങനത്തെ നമ്മൾ എയർപോർട്ടിലൊക്കെ എത്തി കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ കുട്ടികളും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് തന്നെ പോയി അവനെ പിക്ക് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവനെ കിട്ടി. കുറേ നേരം നമ്മൾ ചുറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആ എയർപോർട്ടിൽ നമ്മൾ അങ്ങനെ പോയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ചുറ്റി അതൊക്കെ കഴിഞ്ഞിട്ട് ആളെ എടുത്തുകൊണ്ട് നമ്മളിത് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന വഴിക്ക് കുട്ടികൾ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഏകദേശം വെളുപ്പിനായപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പം ഈ വീഡിയോസ് ആർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. പറ്റാ.